ഇന്നിതാ ഈ പാദത്തിന്റെ പാദം പിൻപറ്റുന്ന ശൈഖുനാ സയ്യിദുനാ വസയ്യിദു ഉലമാഇനാ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തഖവ തങ്ങൾ തവല്ലല്ലാഹു ഉംറ ചാണിന് ചാണായി പിൻപറ്റുന്ന മഹാനവറുകളും ഏറ്റുകൊണ്ടിരിക്കുക. അത് ഖിയാമത്ത് നാൾ വരെ പ്രഭാഷകന്മാരുടെ നാവിനിക്ക് ചലനം ഉണ്ടാവില്ല, എഴുത്തുകാരുടെ തൂലിക ചലിക്കില്ല, പറയേണ്ടവർ പറയില്ല, മൗനമായിരിക്കും, മൗനികളായിരിക്കും, എല്ലാവരും സേഫ് സോണിലായിരിക്കും. പക്ഷെ ഹക്ക് പറയുന്നവർ ധൈര്യസമേതം പറയും, ഹക്ക് പറയും. ശംസുൽ ഉലമയെ പറയുമ്പോൾ ആത്മാർത്ഥമായി പറയാൻ കഴിയും. സയ്യിദുൽ ഉലമയിൽ ഏറ്റുകൊണ്ടിരിക്കുന്നത് അത്തരം ക്രൂരമ്പുകളാണ്. പക്ഷെ അതൊന്നും വിഷയമേ അല്ല. എല്ലാം തകർന്നടിയും, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ശംസുൽ ഉലമയുടെ പിറകെ നടന്നാൽ പരാജയപ്പെടില്ല. അതാണ് ആ ജീവിതം നമ്മെ പഠിപ്പിച്ചത്. സമസ്തയിൽ കപടന്മാരുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായിരിക്കും, ഔലിയാക്കളായിരിക്കും. അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആരുടെ സ്നേഹത്തണലിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്? മഹ്ശറിലും ആ സ്നേഹത്തണൽ അള്ളാഹു നമുക്ക് നൽകട്ടെ. വല്ലാത്തൊരു സ്നേഹബന്ധമാണ് ശൈഖുന ഇവിടെ ബാക്കി വെച്ചത്. കണ്ടവരും അനുഭവിച്ചവരും കാണാത്തവരോട് എങ്ങനെ അതിനെ വർണ്ണിക്കണം എന്ന രീതിയിൽ മത്സരിക്കുക. എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞാലാണ് അതിന്റെ പൂർണ്ണത ലഭിക്കുക? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല മുസ്തഫ നബി തങ്ങളുടെ നടത്തത്തെ കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകൾ കാണാം. റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന ആ വരവിന്റെ ഒരു ശൈലി, രസം, ആ ആകാര ഭംഗി, അത് കണ്ടനുഭവിച്ച് ആസ്വദിച്ച നമുക്ക് നിങ്ങളോട് കാണാത്ത നിങ്ങളോട് എങ്ങനെ പറയും? എങ്ങനെ പറയും? അതാണ് ശൈഖുനാ ശംസുൽ ഉലമാ. മാണിയൂർ ഇവിടെ വളരെ വിശാലമായ അനുഭവം പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ ദൂരെ കണ്ട അനുഭവങ്ങൾ. എന്നാൽ അവസാനം ശൈഖുനെ സംബന്ധിച്ച പരിപാടികൾ ഒന്നാണ് എന്റെ നാട്ടിൽ നെല്ലിക്കപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടനം. അസംസ്കാരാനന്ദം നടത്തപ്പെടുന്ന ആ പരിപാടിയിൽ ഈ വിനീതനും അന്ന് സംബന്ധിച്ചിരുന്നു. അവിടുത്തെ ആ ചലനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു, അൽഹംദുലില്ലാഹ്. അത് തന്നെ അവിടത്തോടുള്ള മഹബത്തിന്റെ, ഇഷ്കിന്റെ, അതാണല്ലോ നമ്മുടെ ഇവരിങ്ങനെ ഒരുമിച്ച് കൂട്ടിയത്. ഇടക്കിടക്കൊക്കെ ഇവിടെ വരാൻ തോന്നുന്നത് ആ ഇഷ്കിന്റെ പുറത്താണ്. നമ്മളൊക്കെ ഇരിക്കുന്നതും ആ ഒരു സ്നേഹത്തിന്റെ ഹുബ്ബിന്റെ പുറത്താണ്. ഇവിടെ വന്ന് പറഞ്ഞ് സാധിക്കാത്ത ഒരു സംഗതിയും എന്റെ ഇത്രയും ജീവിതത്തിൽ ഇല്ല. ആ തലഭാഗത്തിരുന്ന് സലാം പറഞ്ഞ് ശൈഖുന എന്ന് പറഞ്ഞ് വിളിച്ച് സങ്കടപ്പെട്ടാൽ ആ വിളി കേട്ടിരിക്കും. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് അവിടത്തേക്ക്, അവിടത്തിരുന്നു കൊണ്ട്, അടുത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച്, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് സങ്കടം പറയാൻ, ശൈഖുനയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേസ് കൊടുക്കാനാണ്. ഇത് വലിയൊരു കോർട്ടാണ്. ശൈഖുന പറഞ്ഞിട്ടുണ്ട്, സമസ്തയിൽ മുനാഫിഖ് തരം കളിക്കരുത്. സമസ്തയിൽ കപടന്മാരുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായിരിക്കും, ഔലിയാക്കളായിരിക്കും. അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അവിടെ വന്ന് പറഞ്ഞാൽ അതിന് ഫലമാണ്. പ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ ആവേശം അതാണ്. കാരണം ആ ജീവിതം അത്രം സംശുദ്ധമായ ജീവിതമാണ്. ആർക്കാണ് ആ ജീവിത ശൈലിയെ കുറിച്ച് ആക്ഷേപിക്കാനുള്ളത്? ആർക്കാണ് രണ്ട് അഭിപ്രായം ആ വിഷയത്തിലുള്ളത്? ഷൈഖുനാക്കൊരു നിലപാടുണ്ടായിരുന്നു. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിലപാട്. മുസ്തഫ നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു നുഖ്സാൻ, എന്തെങ്കിലും ഒരു കുറവ്, ഏതെങ്കിലും ഒരു ഇബാറത്തിന്റെ ഭാഗത്തിലോ ചരിത്ര ശകലത്തിലോ പറയാനോ ചിന്തിക്കാനോ അനുവദിക്കൂല. ഷെയ്ഖുനുടെ സബക്ക് അങ്ങനെയായിരുന്നു. ഷെയ്ഖുനുടെ സബക്കിൽ ഇരുന്നവർക്കൊക്കെ അനുഭവം അറിയാം. അവിടുന്ന് അനുഭവിച്ച മുസ്തഫ നബി തങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. 40 വയസ്സ് വരെ അൽ അമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ, സുസമ്മതൻ, ആർക്കും രണ്ടഭിപ്രായമില്ലാത്തത്രയും രീതിയിൽ സർവരാലും ആദരിക്കപ്പെടുന്ന രീതിയിലേക്ക് മുസ്തഫ നബി തങ്ങൾ 40 വയസ്സ് വരെ എത്തിയപ്പോ ഇനി നബിയെ തങ്ങൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങണം. ഇനി വിട്ടുകൊടുത്തൂടെ, എല്ലാരും വിളിക്കണം, കുടുംബക്കാരോട് പറയണം, തുറന്ന് പറയണം. ജബൽ അബി ഖുബൈസിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടി മുസ്തഫ നബി തങ്ങൾ ആ പ്രഖ്യാപനം നടത്തിയപ്പോ അതേ നാവ് കൊണ്ട് ആ ജനത പറഞ്ഞു പോയി, താങ്കൾക്ക് ഭ്രാന്തുണ്ട്. മുസ്തഫ നബി തങ്ങൾ അൽ അമീൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് അവർ മാറ്റി പറയേണ്ട ഒരു ഗതി. മുസ്തഫ നബി തങ്ങൾ പിന്തിരിഞ്ഞില്ല, തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിലും എല്ലാരും നഷ്ടപ്പെട്ട കാലം. ഖദീജ ബീവി നഷ്ടപ്പെട്ടു, അബൂ താലിബ് നഷ്ടപ്പെട്ട ആ കാലം കുടുംബക്കാർ സംരക്ഷിക്കുമെന്ന ഒരു ധാരണയിൽ ത്വായിഫിലേക്ക് പോയി. പ്രതീക്ഷിച്ച അനുഭവമല്ല അവിടെ ഉണ്ടായിരുന്നത്. വല്ലാത്ത വേദനാജനകമായ അനുഭവം. മുസ്തഫ നബി തങ്ങൾ വിഷമിച്ചുപോയി, പ്രയാസപ്പെട്ടുപോയി. ശത്രുക്കൾ പോലും, ഉത്തുബത്തും ഷൈബത്ത് പോലും ഒരു മുന്തിരി കൊടുക്കണേ എന്ന് അദ്ദാസിനോട് പറയേണ്ട ഒരു ഗതി. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശത്രുക്കൾക്ക് പോലും, റസൂലുള്ളാഹിനെ വിശ്വസിക്കാത്തവർക്ക് പോലും ദയ തോന്നിയ സന്ദർഭം. അത്രമാത്രം കലുഷിതമായിരുന്നു ആ സന്ദർഭം. മക്കയിലേക്ക് തിരിച്ചു വന്നു, ഈ ദൗത്യവുമായി മുന്നോട്ട് പോയി. അതാണ് അമ്പിയാക്കളുടെ അതേ പാതയിൽ പിൻപറ്റുന്ന ഉലമാക്കൾക്ക് ഉണ്ടാവുക. ശംസുൽ മുന്നേറുമ്പോ, ഈ ദൗത്യവുമായി മുന്നേറുമ്പോ ഒരുപാട് അത്തരം തിക്ത അനുഭവങ്ങൾ ഉണ്ടായി, വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അതൊക്കെ പുഞ്ചിരിയിൽ, അതൊക്കെ തന്റെ ഹിമ്മത്തിൽ, ബുദ്ധിയിൽ, ഇൽമിൽ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറി. ഇന്നിതാ ഈ പാദം പിൻപറ്റുന്ന ശൈഖുനാ സയ്യിദുനാ വസയ്യിദു ഉലമാഇനാ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തഖവ തങ്ങൾ തവല്ലല്ലാഹു ഉംറ, ചാണിന് ചാണായി പിൻപറ്റുന്ന മഹാനവറുകളും ഏറ്റുകൊണ്ടിരിക്കുക. അത് ഖിയാമത്ത് നാൾ വരെ പ്രഭാഷകന്മാരുടെ നാവിനിക്ക് ചലനം ഉണ്ടാവില്ല, എഴുത്തുകാരുടെ തൂലിക ചലിക്കില്ല, പറയേണ്ടവർ പറയില്ല, മൗനമായിരിക്കും, മൗനികളായിരിക്കും, എല്ലാവരും സേഫ് സോണിലായിരിക്കും. പക്ഷെ ഹക്ക് പറയുന്നവർ ധൈര്യസമേതം പറയും, ഹക്ക് പറയും. ശംസുൽ ഉലമയെ പറയുമ്പോൾ ആത്മാർത്ഥമായി പറയാൻ കഴിയും. സയ്യിദുൽ ഉലമയിൽ ഏറ്റുകൊണ്ടിരിക്കുന്നത് അത്തരം ക്രൂരമ്പുകളാണ്. പക്ഷെ അതൊന്നും വിഷയമേ അല്ല. എല്ലാം തകർന്നടിയും, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ശംസുൽ ഉലമയുടെ പിറകെ നടന്നാൽ പരാജയപ്പെടില്ല. അതാണ് ആ ജീവിതം നമ്മെ പഠിപ്പിച്ചത്. മുസ്തഫ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കത്തിച്ചു വെച്ച പ്രകാശം അത് കെടാതെ ആലിമീങ്ങളിൽ കൂടി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ശൈഖുനാക്കുണ്ട്. അതിലേറ്റവും ഞാൻ കുറെ ആൾക്കാരുടെ രഹസ്യം ചോദിക്കാറുണ്ട്. അവർ പറയാറുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാനി ഹുസൈൻ വാല് എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. അദ്ദേഹം പഠിച്ചാ പറയുക, ചോദിച്ചാ പറയുക, സനദ് മുത്തസിലായിരിക്കും.
ഇപ്പോൾ തന്നെ CK മാണൂരിനോട് ഒരു വിഷയം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സംശയം. അത് കേൾക്കാൻ വല്ലാതെ താല്പര്യ. അപ്പോൾ അവരിൽ നിന്നും അനുഭവസ്ഥന്മാരെന്നും പറഞ്ഞ ഒന്ന് ശൈഖുനയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി, ആരൊക്കെയോ ആക്ഷേപിക്കുമ്പോഴും ഒരു ചിരിയാണത്രേ, പുഞ്ചിരി. ഞാനത് കണ്ടില്ല, അങ്ങനെ പറയുമ്പോ ഒരു പുഞ്ചിരിയാ. പറയട്ടടാ, അവര് പറയട്ടടാ, അവരമലൊക്കെ കിട്ടുമല്ലോ എന്ന് പറയും. മറ്റൊന്ന്, ആരോടും അസൂയപ്പെടാറില്ല. അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഒരാളിങ്ങനെ ഉയർന്നു പോകുമ്പോൾ എനിക്കും അങ്ങനെ ഉയരണം എന്ന് തോന്നുന്ന ഒരു രംഗുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ അപജയം അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം, കഴിവില്ലാത്തവനും കഴിവില്ലാത്ത സംഗതിയെ ആഗ്രഹിച്ചു പോകുന്നു എന്നതാണ്. കഴിവില്ലാത്തവൻ എങ്ങനെയാ മറ്റൊന്നിനെ ആഗ്രഹിക്കുക? ഹസദിൽ നിന്നുണ്ടാകുന്ന പല ജാതി ഫിത്നകളും ഫസാദുകളും. പക്ഷെ അതിനൊക്കെ അൽപായുസ് മാത്രമേ ഉണ്ടാകൂ. നമുക്കൊരേ ലൈൻ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ലൈനാണ്. അത് ശംസുൽ ഉലമ പഠിപ്പിച്ച ലൈനാണ്. ഇന്ന് ആരെങ്കിലും ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ശംസുൽ ഉലമയിൽ നിന്നും പഠിച്ചതാണ്. ശംസുൽ പഠിപ്പിക്കാത്ത ഒരു സുന്നത്ത് ജമാഅത്ത് ഇന്ന് വരെ ഇപ്പോൾ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അവരുടെ കുറിപ്പാത്തെഴുതി പഠിച്ചു പറഞ്ഞവരാണ് ഇന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ആലിമീങ്ങൾ ഒന്നുകിൽ ശൈഖുനയുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ. ഏതെങ്കിലും ഒരു ഉസ്താദിയത്ത് ബന്ധമില്ലാത്ത ഒരു ആലിമും ഇന്ന് കേരളത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്കൊന്ന് തീരുമാനിക്കാം, ശൈഖുനയെ സ്നേഹിക്കാം. അവിടത്തെ സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവർ നടന്ന വഴിയെ നമുക്ക് ചലിക്കാം. റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ആഖിറത്തിൽ ശൈഖുനയോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാതയിൽ ജീവിക്കുവാനും കലിമ ചൊല്ലി മരിക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.